എന്റെ പ്രിയമുള്ള കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ല, അവസാനം വരെ കാണണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. പറ്റുമെങ്കിലെന്നല്ല, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയതും ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയതുമായ വീഡിയോ ആണ് ഞാൻ വെക്കുന്നത്. ഇതുപോലത്തെ അനവധി വീഡിയോസ് ഉണ്ട്. പക്ഷേ യൂട്യൂബിലെല്ലാം ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം കാണിക്കാം. നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. നമസ്കാരം പ്രിയമുള്ളവർ, ഈ വീഡിയോ ആദ്യം സ്കിപ്പ് ചെയ്യില്ല, അവസാനം വരെ കാണുക. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായ വിഷയമാണ്. എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് ട്രെയിനിലാകട്ടെ ബസ്സിലാകട്ടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് വന്നേക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ലൈംഗികപരമായിട്ടും അവരെ മാനസികപരമായിട്ടുമുള്ള ചൂഷണം അല്ലെങ്കിൽ അപമാനമാണ് അവർ നേരിടേണ്ടി വരുന്നത്. മംഗലാപുരത്ത് നിന്ന് മംഗലാപുരം എക്സ്പ്രസിനകത്ത് തിരുവനന്തപുരത്തേക്ക് തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾക്ക് നേരെ ട്രെയിനിൽ വെച്ചുണ്ടായ അതിക്രമമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നിട്ടും അവന്മാർക്ക് ഒരു കുലുക്കവും ഇല്ല. അവർക്ക് നിയമത്തെ പേടിയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അത് മാത്രമല്ല, ആ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത് അവിടെ ഞങ്ങൾ ഇറങ്ങുമെന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ യാത്ര ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവർ, പഠിക്കാൻ പോകണ്ടേ? ഈ നാട്ടിൽ പെണ്ണായാലും ആണായാലും അവർക്ക് ഏത് രാത്രിയായാലും പകലായാലും സ്വതന്ത്രമായിട്ട് ഏത് സഞ്ചാരയോഗ്യമായ ഏത് മേഖലയുണ്ടെങ്കിലും അതിലെല്ലാം സഞ്ചരിക്കാൻ പറ്റണം, ആണിനും പെണ്ണിനും ഒരുപോലെ. നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കമന്റിൽ പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അവയർനെസ്സിനായി എല്ലാവരും ഇത് ഷെയർ ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായാൽ അവിടെ വെച്ച് നിങ്ങൾ പ്രതികരിക്കുക. സ്പോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, അതിൽ വീഡിയോ പിടിക്കാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അതിലൂടെ അത് ലൈവ് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ അത് പബ്ലിഷ് ചെയ്യാം, പോലീസിനെ അറിയിക്കാം. ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായാൽ അവിടെ പിന്മാറി നിൽക്കല്, നിങ്ങൾ എല്ലാവരും പ്രതികരിക്കുക. അത് തീർന്നില്ല, ഒരെണ്ണോടെ വെക്കാം. അതുകൂടെ ഒന്ന് കണ്ടിട്ടോ. എന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ അവസാനം വരെ ഇതൊന്ന് കാണണം എന്നൊരു അപേക്ഷയും കൂടിയുണ്ട് എനിക്ക്. പ്രിയമുള്ളവരെ, ബസ് കാത്തു നിൽക്കുകയോ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയോ ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോ നിങ്ങൾ അറിയാതെ മൊബൈൽ ക്യാമറയിൽ വെച്ച് പകർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? ഇത് കള്ളത്തരമല്ല ഞാൻ പറയുന്നത്. ഈ കാണുന്ന ഒരു അക്കൗണ്ട് കണ്ടോ? ഈ കാണുന്ന ഒരു അക്കൗണ്ട് ഒരു ഫേക്ക് ID ഫേസ്ബുക്കിൽ ഉണ്ടാക്കിയിട്ട് ഒരു ചെറ്റ ഈ മാതിരിയുള്ള വീഡിയോകൾ എടുത്തിട്ട് സ്ത്രീകൾ ബസ്സിൽ കയറുന്നതും അതല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുന്നതും സ്ത്രീകൾ കൂടുന്ന ഭാഗത്ത് പോയി അവരറിയാതെ അവരുടെ വീഡിയോ എടുത്തിട്ട് ഇവരെന്തെടുക്കുകയാണ്, ഈ അക്കൗണ്ട് വഴി പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് അത് 1 മില്യൺ ഒക്കെ ആവുമ്പോൾ അത് വീണ്ടും എടുത്ത് അവർ റീപോസ്റ്റ് ചെയ്യുകയാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, ഒരു ക്ലെയിമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ദൃഷ്ടിയിൽ അത് പതിഞ്ഞാൽ ഉടൻ തന്നെ അത് പോലീസിലെ ഏൽപ്പിക്കുകയും ചെയ്യുക. നാളെ നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംഭവിക്കുക. അതുകൊണ്ട് ഇത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയല്ലേ എന്നൊരു അപേക്ഷയുണ്ട് ഈ വീഡിയോ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത് കണ്ടല്ലോ. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് മില്യനും ലക്ഷക്കണക്കിനും വ്യൂസ് കിട്ടിയ ഓരോ വീഡിയോകളാണ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ബസ് അലോട്ട് ചെയ്തപ്പോൾ വളരെ നല്ല കാര്യം. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും പഠിക്കാൻ പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് ട്രെയിനിലാകട്ടെ ബസ്സിലാകട്ടെ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. ഏറ്റവും കൂടുതൽ എനിക്ക് അയച്ചു തരുന്നത് ട്രെയിനിൽ നടക്കുന്ന ഇൻസിഡൻസിനെ കുറിച്ചാണ്. അത് പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ഒന്നും നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് മാത്രം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിനൊക്കെ വലിയ സ്വീകാര്യതയുണ്ട്, ഒരുപാട് പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം അവര് വീണ്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത് അയച്ചു തരുന്നത്. അല്ലാതെ ഞാൻ വലിയ ആളായിട്ടോ നിയമമായിട്ടോ ഞാൻ വലിയ കോടതിയായിട്ടോ ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഒരു പേജിലൂടെ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയട്ടെ എന്നുള്ളൊരു മനസ്സോടു കൂടിയായിരിക്കും അവർ എനിക്ക് അയച്ചു തരുന്നത്. നിർഭാഗ്യവശാൽ പലതും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ വേറൊരു കേസ് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില വീഡിയോസ് ഒക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് ട്രയൽ റീസാർട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കും. കുറച്ചധികം മെസ്സേജുകളായിരിക്കും വരുന്നത്. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അത് ശരിയല്ല, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് കൂടുതലും ഉള്ളത് നമ്മൾ എന്തെടുക്കും, ഫുൾ എവിഡൻസ് കിട്ടുന്ന മാത്രമാണ് എന്തെടുക്കുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഇപ്പം നിലവിൽ. എന്നിരുന്നാൽ തന്നെയും ഫുൾ എവിഡൻസ് ഉള്ള കാര്യങ്ങളാണെങ്കിലും ഭീഷണി രൂപത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അത് ഓരോ കാര്യങ്ങൾ അവർ അയച്ചു തരുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ. വിദേശത്ത് പഠിക്കാനാണെന്നും പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയ കുട്ടികളുടെ വിഷമങ്ങൾ, പിന്നെ അതുപോലെ വിസ തട്ടിപ്പുകൾ, പിന്നെ ഇതുപോലെ ബസ്സിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അത് മാത്രമല്ല ട്രെയിനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റലിൽ നിന്ന് വെളിയിൽ അവരെന്തോലും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പർച്ചേസിങ്ങിന് പോകുമ്പം അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥകൾ, ഇതെല്ലാം ഒരുപാട് വീഡിയോസ് നമുക്ക് അയച്ചു തരുമ്പം നമ്മൾ ഈ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പം എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, നീ പെണ്ണാസിയാണോ, നിനക്കെന്താണോ പെണ്ണുങ്ങളുടെ വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, എൻ്റെ പൊന്നു സഹോദര, ഞാൻ 2 പെൺമക്കളുടെ വാപ്പാണ്, എനിക്ക് ഒരു പെങ്ങളുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, വീട്ടിലൊരു ഉമ്മ ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ് എൻ്റെ മക്കൾ. അതുപോലെ
ആണ് ഓരോ മാതാപിതാക്കളും അവരുടെ പെൺമക്കളെ സ്നേഹിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ജെനുവിനായ കേസ് കെട്ടുകൾ മാത്രം നമ്മൾ വരുന്നതിൽ എല്ലാം ഒന്നും നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് ആ ഒന്നോ രണ്ടോ വീഡിയോസ് നമ്മൾ ചെയ്യും, അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ ഏത് കുട്ടിക്കും അത് അവർക്ക് ഭയമില്ലാതെ നമ്മുടെ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനും യാത്ര ചെയ്യുവാനും ഈ നാട്ടിൽ നിയമം കൊണ്ടുവരണം, നിയമം ശക്തമാക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു ദുരവസ്ഥ നിങ്ങൾ കണ്ടില്ലയോ? ഒളിക്യാമറ വെച്ച് പിടിക്കുക. യവന്മാരൊക്കെ എവിടുത്തെ ഉള്ളവന്മാരാണ് എന്നുള്ളത് പോലും അറിയാൻ വയ്യ. ഞാൻ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് തിരക്കി പോയപ്പോഴത്തേക്ക് അവൻ വെസ്റ്റ് ബംഗാളിലുള്ള ഒരുത്തനാണെന്ന് അറിയാൻ പറ്റിയ. ഇതേപോലത്തെ ഒരു അക്കൗണ്ട് അല്ല, ഫേസ്ബുക്കിൽ 100 കണക്കിന് അക്കൗണ്ടുകളുണ്ട്, ഫേക്ക് അക്കൗണ്ടുകൾ. അത് കൂടുതലും നമ്മുടെ കേരളത്തിലെ ബസ്സുകളിൽ, മാർക്കറ്റുകളിൽ, അങ്ങനെ കല്യാണ വീടുകൾ, അങ്ങനെയുള്ള ഇവന്റുകൾ നടക്കുന്നിടത്ത് സ്ത്രീകൾ കൈവെക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങാണം വാക്കിടാട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇതെങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് അറിഞ്ഞൂടാ. അവരുടെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ എങ്ങനെ ചിത്രീകരിക്കാവോ അങ്ങനെ ചിത്രീകരിച്ചിട്ട് അത് ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളിലൂടെ ഇടുകയാണ്. ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസിനൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഫേസ്ബുക്കിലൊക്കെ കിട്ടുന്നത്. ആ വീഡിയോ എന്തെടുക്കും, എന്നിട്ട് അവൻ മില്യൺ ആവുമ്പോൾ വീണ്ടും എടുത്ത് റീപോസ്റ്റ് ചെയ്യുവാണ്. അതാണ് പല അക്കൗണ്ടുകളിലും കാണുന്നത്. ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ കൊണ്ട് പറ്റുന്നത് ഗവൺമെന്റ് തലത്തിൽ അതിനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, ആണായാലും പെണ്ണായാലും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റണം, സഞ്ചരിക്കാൻ പറ്റണം. പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പിന്നെ സ്വസ്ഥമായിട്ട് പഠിക്കാൻ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനാവട്ടെ അവളാവട്ടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഏറ്റവും ഉന്നതിയിൽ എത്തുക എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം അവർക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻസുകൾ അതിന് ബദലായിട്ട് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ തടയായിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ബാക്കിയുള്ള ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരാകട്ടെ, അല്ലാതെ നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുന്നവരാകട്ടെ, സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റണം. അത് ഒരു ഒളിക്യാമറയുടെ ഭയമില്ലാതെ. അത് മാത്രമല്ല, നമ്മുടെ ആണാവട്ടെ പെണ്ണാവട്ടെ ഏതൊരു കുട്ടിക്കും സ്വസ്ഥമായിട്ട് പഠിക്കാൻ പോകണം. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഈ +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസി, ആ ഏജൻസിയുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കണം. അവിടുന്ന് പോയി പഠിച്ച് തിരിച്ചു വന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കണം കാര്യങ്ങൾ എന്നുള്ളതാണ്. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ടായിരുന്നു അവരെ കൊണ്ടുപോയി പെടുത്തിയ കേസ് കിട്ട്. പക്ഷെ അതിലൊക്കെ നമുക്ക് നിർഭാഗ്യവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചില വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ട്രയലായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭീഷണിയായിട്ട് മെസ്സേജുകൾ അയക്കുകയാണ്. പിന്നീട് ആ അക്കൗണ്ട് മെസ്സേജ് വന്നതിന് ശേഷം ആ അക്കൗണ്ട് സെർച്ച് ചെയ്യുമ്പോൾ അത് കാണത്തില്ല, അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ഒരു സാധാരണക്കാരനിൽ ഏറ്റവും സാധാരണക്കാരനാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ചെറിയ ചാനൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ജനങ്ങൾ അത് ഏറ്റെടുക്കുന്ന വിഷയം ആണെങ്കിൽ അത് ജനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികളായിട്ടുള്ളവർ, കൂടുതലും വിദ്യാർത്ഥികളാണ് എനിക്ക് അയച്ചു തരുന്നു കുറച്ച് കാര്യങ്ങൾ, അവർക്ക് നേരിടേണ്ടി വന്ന ഇഷ്യൂ. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. എനിക്ക് യൂട്യൂബിൽ കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും വെച്ചില്ല. ഞാൻ എക്സാമ്പിളായിട്ട് ഒരു 2 വീഡിയോ മാത്രം തുടക്കത്തിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം കുട്ടികളെ സേഫായിട്ട് പഠിക്കാനും സ്ത്രീകൾക്ക് ആവട്ടെ പുരുഷന്മാർക്കാവട്ടെ സ്വസ്ഥമായിട്ട് നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കാനും പറ്റണം. അപ്പം എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വേറൊരു ടോപ്പിക്ക് നമുക്ക് കാണാം. അതുവരെയും ബൈ. താങ്ക് യു.